So guys, welcome back to my channel. So നമ്മൾ ഇന്നിവിടെ വന്നിരിക്കുന്നത് BS4 Apache 180 RTR റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഇതൊരു 2017 മോഡൽ വണ്ടിയാണ്. 2017 മോഡൽ എന്ന് പറയുമ്പോഴത്തേക്കും ശരിക്കും 180ക്ക് ഇതുവരെയായിട്ടും പ്രത്യേകിച്ച് അപ്ഡേഷൻസ് ഒന്നും ഇതുവരെയായിട്ടും വന്നിട്ടില്ല. ആകെ കുറച്ച് കോസ്മെറ്റിക്കൽ ചേഞ്ചസും കുറച്ച് ഗ്രാഫിക്സിൻ്റെ ചേഞ്ചസും മാത്രമേ വന്നിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ 2017 മോഡൽ തന്നെ നമ്മൾ ഈ 2017 മോഡൽ തന്നെ ചൂസ് ചെയ്ത് നമ്മൾ സാധാരണ അവിടെ വെച്ചിട്ടാണ് റിവ്യൂ ചെയ്യാൻ പ്ലാൻ ചെയ്തിരുന്നത്. ഇപ്പോൾ ഇന്നെന്തോ ഫുട്ബോൾ കോച്ചിങ് ഓർ സംതിങ് അങ്ങനെ എന്തോ സംഭവം നടക്കുവാണ്. സോ അതുകൊണ്ടാണ് നമ്മളിവിടെ വെച്ചിട്ട് അത്യാവശ്യം നല്ലൊരു ലൊക്കേഷൻ തന്നെയാണ്. നമുക്ക് വൈക്കം ലേക്ക് ബീച്ച് എന്ന് പറയും, അത് അവിടെ വെച്ചിട്ടാണ് നമ്മൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ആക്ച്വലി ഇതൊരു ഫുള്ളി മെറ്റാലിക് ബ്ലാക്ക് പെയിൻ്റ് ഉള്ളൊരു ഗ്ലോസി ബ്ലാക്ക് ആയിട്ടുള്ളൊരു വണ്ടിയാണ്. സോ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ എന്താ പറയുക, ഒരു കമ്മ്യൂട്ടർ ബൈക്കാണ്, എന്നാൽ കുറച്ച് സ്പോർട്ടി ആയിട്ടുള്ളൊരു ടൈപ്പ് ഓഫ് വണ്ടിയാണ് ഈ വണ്ടി നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും. സോ ഇതിൻ്റെ നമ്മൾ ജസ്റ്റ് എന്താ പറയുക ഓവർ റിവ്യൂ പോലെ നമ്മൾ പറയാനുള്ളൂ. ഭയങ്കര ഡീറ്റെയിൽസും സംഭവങ്ങളൊന്നും പറഞ്ഞൊന്നും ചെയ്യുന്നില്ല. ഇത് ശരിക്കും എൻ്റെ കസിൻ്റെ വണ്ടിയാണ്. സോ അവൻ്റെ ഓണർ എക്സ്പീരിയൻസും കുറച്ച് ഷെയർ ചെയ്യാം, അവനോട് ചോദിച്ചിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യാം. പിന്നെ ഇതിൻ്റെ എന്താ പറയുക, നമ്മുടെ വാട്ട് ടു സേ ഹൗ ഇസ് മെയിൻ്റനൻസ്, എങ്ങനെയുള്ള സംഭവങ്ങൾ, ലൈറ്റിൻ്റെ പവർ എങ്ങനെയാണ്. നമുക്ക് കാണാവുന്ന പോലെ തന്നെ ഒരു ഫോഗ് ലാമ്പ് നമ്മൾ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കാണിക്കാൻ വേറൊരു ചേഞ്ചും കൂടി അതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. സോ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു പബ്ലിക് പ്ലേസിൽ വന്നിട്ട് നമ്മൾ റിവ്യൂ എടുക്കുന്നത്. സാധാരണ റോഡ് സൈഡിലോ അങ്ങനെയൊക്കെ വെച്ചിട്ടൊക്കെ ആയിരിക്കും എടുക്കുന്നത്. സോ ഇത്തിരി കൂടെ ഒരു ഡീസൻറ്റ് വൈൽഡ് ലുക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ആദ്യം നമ്മുടെ വണ്ടിയുടെ വീലിനെ കുറിച്ച് സംസാരിക്കുക. ഏകദേശം ഒരു 17 ഇഞ്ച് 90x90 ആണ് ഇതിൻ്റെ ഫ്രണ്ടിലത്തെ വീല് വരുന്നത്. അത്യാവശ്യം നല്ലൊരു ഗ്രിപ്പും കോർണറിങ് എബിലിറ്റീസൊക്കെ തരുന്ന ഒരു ടൈപ്പ് ഓഫ് ടയർ തന്നെയാണ് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഇട്ടിരിക്കുന്നത്. ഐ തിങ്ക് ശരിക്കും വരുന്നത് TVSൻ്റെ ടയറിലല്ല, MRFൻ്റെ ടയറിലാണ്. ഓക്കെ ഗൈസ്, ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഇട്ടിരിക്കുന്ന ചലഞ്ചർ എന്ന് പറഞ്ഞൊരു നെയിം പ്ലേറ്റ് ആണ് ഞാൻ കാണുന്നത്. ശരിക്കും അത് ഏതൊരു കമ്പനിയുടെ ആണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. ചലഞ്ചർ എന്ന് പറഞ്ഞൊരു ഏതാണ്, മേ ബി ചൈനീസ് ആകാം എന്നുള്ളൊരു ചാൻസ് ഉണ്ട്. അതാണ് ഇപ്പോൾ ഫ്രണ്ട് ടയറായിട്ട് ഇട്ടിരിക്കുന്നത്. ഏകദേശം ഞാൻ പറയുന്നത് അത്യാവശ്യം നല്ലൊരു ഗ്രിപ്പും അത്യാവശ്യം നമ്മളൊരു കോർണറിങ് ഒക്കെ എബിലിറ്റീസ് ഉള്ള ഒരു ടൈപ്പ് ഓഫ് ഇതാണ്. അത്യാവശ്യം ഇതിൻ്റെ C8ൻ്റെയോ MRFൻ്റെ ആയിട്ടായിരുന്നു ടയർ ആദ്യമായിട്ട് വരുന്നത്. സോ അത് അത്യാവശ്യം നല്ല രീതിയിൽ ഗ്രിപ്പും ലോങ് ലാസ്റ്റിംഗ് ഒക്കെ ആയിരുന്നു സംഭവം. പിന്നെ ഇതിൻ്റെ റിയറിൽ വരുന്നതെന്ന് പറയുമ്പോഴത്തേക്കും കോണ്ടിനെൻ്റലിൻ്റെ ഒരു ടയറാണ് ഇട്ടേക്കുന്നത്. 120/80 ആണ് ഇട്ടേക്കുന്നത്. ശരിക്കും ഇതിൻ്റെ അത് 110 ആണ് വരുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇത് നമ്മൾ ഇത്തിരി കൈൻഡ് ഓഫ് ഓഫ് റോഡ് ത്രെഡ് ഉള്ള ടൈപ്പ് ഓഫ് ടയറാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഇട്ടേക്കുന്നത്. നിങ്ങൾക്ക് കാണാവുന്ന തന്നെ ഇതേപോലത്തെ ത്രെഡ് അത്യാവശ്യം ഇത്തിരി എന്താ പറയുക ഓഫ് റോഡ് ടൈപ്പ് ഓഫ് ടയറുകളിലാണ് കാണുന്നത്. സോ ആൾക്കാരൊക്കെ വണ്ടടിച്ച് നോക്കുന്നുണ്ട്. സോ ഇതിൻ്റെ ടെയിൽ ലൈറ്റ്സും ഇൻഡിക്കേറ്റേഴ്സും ഒക്കെ ജസ്റ്റ് ബേസിക്, എല്ലാം സാധാരണ ഹാലജൻ ബൾബ്സ് തന്നെയാണ് വരുന്നത്. സോ ഫ്രണ്ട് ലുക്ക് നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഗോൾഡൻ കളർ ഓഫ് ഫോക്സ് ആണ് കൊടുത്തേക്കുന്നത്. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, സൈഡ് ഡൗൺ ഫോക്സ് ഒന്നുമല്ല, ജസ്റ്റ് ഒരു ഗോൾഡൻ കളർ അവർ കൊടുത്തേക്കുന്നത്. അപ്പാച്ചി കളറിങ്ങിലും ലുക്കിലും ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ് അന്നും ഇന്നും. സോ നിങ്ങളിതിൻ്റെ ലൈറ്റ് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇതിൻ്റെ അകത്തൊരു DRL 2017 മുതൽ ഒരു DRL കൊണ്ടുവന്ന ആദ്യമായിട്ട് DRL ഇങ്ങനെ ബൈക്കിൽ കൊണ്ടുവന്നൊരു കമ്പനിയാണ് TVS എന്ന് പറയുമ്പോഴത്തേക്കും. നിങ്ങൾക്ക് കാണാം ഈ ഒരു നൈസായിട്ടുള്ളൊരു ഐ ലൈക്ക് DRL. അതുപോലെ തന്നെ നിങ്ങൾക്ക് ലൈറ്റ് ഇതിൽ സ്മോക്കി ആയിട്ട് തോന്നാം. ഇത് കമ്പനിയിൽ നിന്ന് വന്നപ്പോൾ തന്നെ അത്യാവശ്യം അങ്ങനത്തെ ഒരു സ്മോക്കി ടൈപ്പ് ഓഫ് ഇതിൽ തന്നെയാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഫ്രണ്ടിലുള്ള ബൾബ്സും ഹാലജൻ തന്നെയാണ്. ഹെഡ്ലൈറ്റും അത്യാവശ്യം കുഴപ്പമില്ല എന്നുള്ളൊരു രീതിയിലാണ്. അതുപോലെ തന്നെ നമ്മൾ ഫോഗ് ലാമ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. കുറച്ചും കൂടെ എന്താ പറയുക ഡിം ലൈറ്റിന് കുറച്ചും കൂടെ ഇത് കിട്ടുന്നത് നമുക്ക് പറയാം. പിന്നെ ഈ ഒരു വൈസർ ഏകദേശം ഒരു 80-70 റേഞ്ചിൽ നല്ല വിൻഡ് പ്രൊട്ടക്ഷൻ തരുന്നുണ്ട്. ഒന്നും വന്നിട്ടില്ല. ബ്രേക്കും അത്യാവശ്യം നല്ലൊരു കൈൻഡ് ഓഫ് നല്ല ബൈറ്റ് ഫീൽ തരുന്ന ഒരു ടൈപ്പ് ഓഫ് ബ്രേക്ക് തന്നെയാണ്. സോ ഇതാണ് നമ്മുടെ വണ്ടിയുടെ സൈഡ് റിവ്യൂ. നമുക്ക് അപ്പാച്ചിയുടെ ഒരു ലോഗോ കാണാം, നമ്മുടെ RTRൻ്റെ ഒരു ലോഗോ കാണാം, TVS റേസിംഗ് എന്ന് പറഞ്ഞ ഇവിടെ ഒരു ലോഗോ കാണാം. അതേപോലെ തന്നെ RTR എന്നൊരു ലോഗോ, ഒരു ഇന്ത്യയുടെ ഫ്ലാഗ് പോലത്തെ ഒരു ഇത്, പിന്നെ ഒരു ഡിസൈൻ ത്രൂ ഔട്ട് ദ ബൈക്ക് സെൻറ്ററിൽ കൂടെ ഇങ്ങനെ ഒരു ഇത്. അത്യാവശ്യം നിങ്ങൾക്കറിയാമല്ലോ അപ്പാച്ചി TVS എന്ന് പറയുമ്പോഴത്തേക്കും ബാഡ്ജിങ് ചവർ പോലെ എല്ലായിടത്തും വാരി വിടുന്നൊരു സംഭവമാണ്. അങ്ങനെയായിരുന്നു, ഇപ്പോൾ കുറച്ചുകൂടെ കുറഞ്ഞു. അതുപോലെ എഞ്ചിനിൽ നിങ്ങൾക്കൊരു TVSൻ്റെ ലോഗോ കാണാം. ഇതൊരു 180cc ആണെങ്കിലും എന്താ പറയുക അവർ ശരിക്കും ഒരു കിക്കർ ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര ഒരു ലൈഫ് സേവറാണ് സത്യം പറയാമല്ലോ. എൻ്റെ അവഞ്ചറും NSഉം ഒക്കെ 2-3 പ്രാവശ്യം ബാറ്ററി ഡൗൺ ആയ സമയം ശരിക്കും പെട്ടുപോയ അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. സോ നമ്മൾ ബാക്ക് സെക്ഷനിലേക്ക് പോകുമ്പോഴത്തേക്കും എക്സോസ്റ്റ് അത്യാവശ്യം ഒരു സാധാരണ ഒരു
നോർമൽ ടൈപ്പ് ഓഫ് എക്സോസ്റ്റ്. അതുപോലെ തന്നെ ഫ്രണ്ടിലത്തെ പോലെ തന്നെ ഒരു നല്ലൊരു ഡിസ്ക് ബ്രേക്കും ബാക്കിൽ കാണാം. അതിൻ്റെ എത്ര ഒന്നും കൃത്യമായിട്ട് ഞാൻ പറയുന്നില്ല. സോ അത്യാവശ്യം നല്ല ബൈറ്റ് അതിനും തരുന്നുണ്ട്. പിന്നെ നമ്മൾ വണ്ടിയുടെ ബാക്ക് സെക്ഷൻ നോക്കുവാണെങ്കിൽ ലൈറ്റ്സും ഇൻഡിക്കേറ്റേഴ്സും ഒക്കെയാണ് എല്ലാം ഹാലജനിൽ തന്നെയാണ് വരുന്നത്. ഹാലജൻ ബൾബ്സ് തന്നെയാണ്. ഇൻഡിക്കേറ്റർ ആണെങ്കിലും ടെയിൽ ലാംപ്സ് ആണെങ്കിലും. ടെയിൽ ലാംപ്സ് ഇത് എനിക്ക് ആക്ച്വലി LED ആയിട്ട് എനിക്ക് തോന്നുന്നത്. ഐ എം നോട്ട് ഷുവർ അബൌട്ട് ഇറ്റ്. സോ ഇതാണ് വണ്ടിയുടെ ഒരു ബാക്ക് സെക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അത്യാവശ്യം ഒരു എന്താ പറയുക, ഒരു ഒതുങ്ങിയ രീതിയിൽ തന്നെയാണ് അതിൻ്റെ ബാക്ക് ഇരിക്കുന്നത്. പഴയ അപ്പാച്ചികളിലെ എല്ലാത്തിൻ്റെയും ബാക്ക് വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. ഇത് ഞാൻ ഈ 2017 ചൂസ് ചെയ്തതും ഇപ്പോൾ പുതിയ വണ്ടിയാണെങ്കിലും വലുതായിട്ട് അപ്ഡേഷൻ ഒന്നും വന്നിട്ടില്ല. കുറച്ച് കോസ്മെറ്റിക്കൽ ചേഞ്ചും പവർ കുറഞ്ഞിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അതേസമയം നല്ലൊരു ഗ്രാബ് റെയിലാണ് നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത്. അത്യാവശ്യം ബാക്കിൽ പിടിച്ചിരിക്കാനാണെങ്കിലും വണ്ടി സെൻറ്റർ സ്റ്റാൻഡ് ഇടാനൊക്കെ ഈസിയാണ്. സോ അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഫുഡ് പെക്സ് ആദ്യം നോക്കാം. നല്ലൊരു ഫുഡ് റെസ്റ്റാണ് ഇവിടെ കൊടുത്തിരുന്നത്, മെറ്റലിൻ്റെ തന്നെ. അതുപോലെ തന്നെ ഈ സാരി കാർഡിൻ്റെ കൂടെ തന്നെ ഈ വലിയൊരു ഫുഡ് റെസ്റ്റും, അതായത് നമ്മുടെ അമ്മമാർക്കും പെങ്ങന്മാർക്കും ഒക്കെ ചരിഞ്ഞിരിക്കുവാണെങ്കിൽ കാല് വയ്ക്കാൻ പറ്റിയ ഒരു രീതിയിൽ അത് ഇതിൻ്റെ ഇൻക്ലൂഡഡ് ആയിട്ട് തന്നെയായിരുന്നു വന്നത്. അതേപോലെ എൻജിൻ സൈഡ് നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഡേർട്ടി ആയിട്ടാണ് ഇരിക്കുന്നത്. ബട്ട് ഒരു ഗിയർ പൊസിഷൻ ആണെങ്കിലും ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഒരു സ്പോർട്ടി ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. നമുക്ക് അതുപോലെ തന്നെ കാണാം ഇവിടെ ഒരു അപ്പാച്ചിയുടെ ലോഗോ ഒക്കെ. വണ്ടി ഡേർട്ടി ആണെങ്കിലും ഈ ഒരു ലോഗോ ഈ ലുക്കിലൊക്കെ വെച്ച് നല്ല രസത്തിൽ തന്നെയാണ് നമ്മുടെ വണ്ടി ഇരിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു വണ്ടി, ഒരു സ്പോർട്ടി ലുക്ക്. ശരിക്കും ഇരിക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ സ്പോർട്ടി ലുക്ക് ഉണ്ടെങ്കിലും ഫീൽ ഉണ്ടെങ്കിലും നമ്മൾ കാണുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് സ്പോർട്ടി ആയിട്ട് നമുക്ക് തോന്നാറില്ല. ഇപ്പോൾ ഒരു ടിപ്പിക്കൽ കൈൻഡ് ഓഫ് എല്ലാ ഒരു കമ്പ്യൂട്ടർ വണ്ടി ഒരു ഏകദേശം ലുക്കിൽ തന്നെയാണ് വരുന്നത്. പക്ഷേ എന്തുകൊണ്ടോ ഇതിൻ്റെ ഹെഡ്ലൈറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ ഇതിൻ്റെ ഒരു ലുക്ക് മാറ്റി വൃത്തികേടാക്കുന്ന എനിക്കൊരു ചെറിയ ഡൗട്ടുണ്ട്. കൈൻഡ് ഓഫ് ഇപ്പോൾ അപ്പാച്ചിയുടെ ഒരു പോക്ക് അനുസരിച്ച് കാണുവാണെങ്കിൽ, ഞാൻ 310 കുറിച്ച് ഒരിക്കലും പറയുന്നില്ല. ശരിക്കും എൻ്റെ ആ ഒരു 200 അപ്പാച്ചി 200ൻ്റെ ആ ഫസ്റ്റ് വന്ന ലുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് കഴിഞ്ഞിട്ടൊരു മാതിരി കണ്ണിലേക്ക് എന്തുകൊണ്ട് പിരികം കയറിയിരിക്കുന്ന പോലത്തെ ഒരു ഡിസൈൻ ഒന്നും എനിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. ഇഷ്ടപ്പെടുന്നവരുണ്ടായിരിക്കാം. സോ ഇതാണ് ശരിക്കും വണ്ടിയുടെ ഒരു ഫുള്ളി ഓവർവ്യൂ. നമുക്ക് എക്സോസ്റ്റൊക്കെ എല്ലാം സ്റ്റോക്കാണ്. ജസ്റ്റ് ചെറിയ ചെറിയ മൈനർ കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഇതിൻ്റെ അകത്ത് മാറ്റിയിട്ടുള്ളൂ. സോ നമ്മൾ ഇതിൻ്റെ അകത്ത് ഇരുന്നിട്ട് സീറ്റ് ഹൈറ്റ് ഒക്കെ നോക്കാം. ഞാൻ പറഞ്ഞോന്ന് എനിക്കറിയില്ല. ഈ ഗ്രാബ് റെയിൽ അത്യാവശ്യം നല്ല രീതിയിൽ നല്ല ക്വാളിറ്റിയിലാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വണ്ടി എന്താ പറയുക, ഒരു സെൻട്രൽ സ്റ്റാൻഡിലേക്ക് ഇടാനാണെങ്കിലും അങ്ങനെയുള്ള എന്ത് കാര്യത്തിനാണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത്. പിന്നെ നോക്കുവാണെങ്കിൽ നമ്മുടെ ഈ വണ്ടിയിലേക്ക് സീറ്റിൻ്റെ ഇത് കാര്യം നോക്കുകയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ കുഷ്യനായിട്ടുള്ള ഒരു സ്മൂത്ത് ആയിട്ടുള്ള സീറ്റാണ്. കമ്പയറിങ് ടു നമ്മുടെ NSഉം അവഞ്ചറിനെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇത് വളരെ സ്മൂത്തായിട്ടുള്ളൊരു സീറ്റാണെന്ന് ഞാൻ പറയുള്ളൂ. പക്ഷേ അതിനൊരു ഡ്രോബാക്സ് ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നമ്മൾ വണ്ടിയിലേക്ക് കയറിയിരിക്കുമ്പോഴത്തേക്കും ഞാൻ ഏകദേശം ഒരു 180 സെൻറ്റിമീറ്ററാണ്. സാധാരണ ഒരു ടിപ്പിക്കൽ ടൈപ്പ് ഓഫ് ഹൈറ്റ് അല്ല, കുറച്ച് ഹൈറ്റ് കൂടുതലാണെന്നറിയാം. എനിക്ക് പ്ലാന്റഡ് ഫുട്ടും അല്ല, കുറച്ചും കൂടെ അതിനേക്കാളും കൂടുതൽ ലെങ്ത് ഉണ്ട്. അപ്പോൾ ഏകദേശം ഒരു 160 മുതലുള്ളവർക്കൊക്കെ നല്ല പ്ലാന്റഡ് ഫുട്ട് ഉണ്ടാവണം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാണാം. സോ നമ്മൾ ഈ പൊസിഷനെ കുറിച്ചൊക്കെ പറയുന്നതിന് മുമ്പ് ഈ ഡിജിറ്റൽ കൺസോളിൽ എന്തൊക്കെയുണ്ടെന്ന്, ഈ ഇൻസ്ട്രുമെൻറ്റ് കൺസോളിൽ എന്തൊക്കെയുണ്ടെന്ന് പറയാം. സോ നമുക്കിവിടെ ഒരു റവ് മീറ്റർ ഉണ്ട്, RPM മീറ്റർ ഉണ്ട്. അതിൻ്റെ സൈഡിലായിട്ടൊരു പെട്രോളിൻ്റെ ഇൻഡിക്കേഷൻ ഉണ്ട്. താഴെ തന്നെ ആയിട്ടൊരു സർവീസ് റിമൈൻഡർ ഉണ്ട്. അതിൻ്റെ അടുത്ത് തന്നെ ഒരു ബാറ്ററിയുടെ ചിഹ്നമുണ്ട്. ബാറ്ററി ഡൗൺ ആണെങ്കിൽ ഇതിനകത്ത് ലൈറ്റ് കത്തും. സോ അതുപോലെ ഇവിടെ കാണാം ഒരു ഫ്യൂവൽ ഗേജ് ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ സ്പീഡോമീറ്റർ നമുക്കിവിടെ കാണാം ഡിജിറ്റലിൽ. ഇവിടെ ഒരു ടൈം ഉണ്ട്, ഒരു ട്രിപ്പ് A ഉണ്ട്, ട്രിപ്പ് B ഉണ്ട്. പിന്നെ ഉള്ളത് ടോപ്പ് സ്പീഡ് കാണിക്കും, 116 കാണിക്കുന്നത്. പിന്നെ അതെന്ത് സംഭവം എന്ന് എനിക്കറിയില്ല. പിന്നെ ഒരു ഓഡോമീറ്റർ ഉണ്ട്. 52,000 കിലോമീറ്ററോളം ഈ വണ്ടി ഓടിയിട്ടുണ്ട്. അത്രയൊക്കെ ഉള്ളൂ. പിന്നെ നമുക്ക് ടൈം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെറ്റ് മോഡും ഒക്കെ കൊടുത്തേക്കുന്നത്. വേറെ അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ഇവിടെ നമുക്കൊരു എക്സ്പോസ്ഡ് ആയിട്ടൊരു സ്ക്രൂ കാണാം. ഇവിടെ ഒരു അടപ്പും കൂടെ ഉണ്ടായിരുന്നു, അത് പോയി. അതിനെക്കുറിച്ചൊക്കെ ഞാൻ കുറച്ച് കഴിയുമ്പോൾ പറയാം. ഒരു സർവീസിൻ്റെ കാര്യങ്ങളൊക്കെ പറയാം. അതേപോലെ തന്നെ ഇവിടെ ഒരു നല്ല നൈസായിട്ടൊരു RTR ലോഗോ കൊടുത്തിട്ടുണ്ട്. കൈൻഡ് ഓഫ് ഒരു ക്ലിപ്പ് ഓൺ ടൈപ്പ് ഓഫ് ഹാൻഡിൽ ബാറാണ് കൊടുത്തിരിക്കുന്നത്. സാധാരണ നമ്മൾ കണ്ടിരിക്കുന്ന രീതിയിലൊരു ക്ലിപ്പ് ഓൺ അല്ല, ഒരു ഇത്തിരി വ്യത്യാസമുള്ള ടൈപ്പ് ഓഫ് ക്ലിപ്പ് ഓൺ ആണ് അതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ സ്വിച്ച് കേസിലേക്ക് നോക്കുവാണെങ്കിൽ ഇവിടെ നമുക്കൊരു സാധാ ടിപ്പിക്കൽ എൻജിൻ കിൽ സ്വിച്ച് ഉണ്ട്. അതിൻ്റെ കൂടെ താഴെ നമുക്ക് ഇലക്ട്രിക് സ്റ്റാർട്ട് ഇവിടെയായിട്ട് കാണാം.
അതുപോലെ തന്നെ ഇതിനൊരു ലൈറ്റിൻ്റെ സ്വിച്ച് ഉണ്ട്. ശരിക്കും ഈ മോഡലിന് ലൈറ്റിൻ്റെ സ്വിച്ച് വരുന്നതല്ല. സോ നമ്മുടെ ഇതിൻ്റെ ഓണർ പ്രീവിയസ് അപ്പാച്ചിയിൽ നിന്ന് അതിൻ്റെ ഇവിടുത്തെ ഒരു കൺസോൾ എടുത്തിട്ട് ഇവിടെ വയ്ക്കുകയാണ് ചെയ്തത്. ലൈറ്റിൻ്റെ സ്വിച്ച് ഡയറക്റ്റായിട്ട് കൊടുത്തു. അപ്പോൾ ഒരു OEM ലുക്ക് കാണും. സാധാരണ നമ്മളിങ്ങനെ ഒരു സ്വിച്ച് വയ്ക്കുന്ന പോലെ വൃത്തികേടാകാതിരിക്കാൻ വേണ്ടിയിട്ട്. സോ നമ്മുടെ NSൽ ഇങ്ങനത്തെ ഒരു സ്വിച്ചാണ് ലൈറ്റിന് വെച്ചേക്കുന്നത്. സോ അങ്ങനെ ഒരു വൃത്തികേടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. അതേപോലെ തന്നെ ഇതിന് ഈ ഒരു ലൈറ്റ് വെച്ചിട്ട് സ്വിച്ച് വെച്ചതിന് ഈ ഫോഗ് ലാമ്പിൻ്റെയാണ്. അത്യാവശ്യം രാത്രി നല്ലൊരു വെളിച്ചം തരാൻ വേണ്ടി കൂടെയാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. പിന്നെ ഇപ്പുറത്തെ സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ ഇവിടെ ഒരു പാസ് സ്വിച്ച് ഉണ്ട്. അതേപോലെ തന്നെ ഒരു ഡിമ്മും ബ്രൈറ്റും ഉള്ള സ്വിച്ച് ഉണ്ട്. ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. ഹോണുണ്ട്. ഹോൺ അത്യാവശ്യം ഒരു നല്ല സൗണ്ടുള്ളൊരു ടൈപ്പ് ഓഫ് ഹോണാണ്. പിന്നെ നമ്മൾ മിറേഴ്സിൻ്റെ ഇതിലേക്ക് നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല ബാക്ക്ഗ്രൗണ്ടിൽ വ്യൂ നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മുടെ ഷോൾഡർ ആണെങ്കിലും അധികം അതിൻ്റെ അകത്തൊന്നും വരുന്നില്ല. നമ്മൾ ഇത്തിരി കൂടെ ലീനായിട്ട് ഇരിക്കുന്ന കൊണ്ട്. സോ പൊസിഷൻ്റെ കാര്യം പറയാം. നമ്മൾ അത് നല്ല രീതിയിൽ ലീൻ ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. സോ കൈൻഡ് ഓഫ് ഒരു സ്പോർട്ടി സ്പെക്കിൽ തന്നെയാണ് നമ്മൾ ഇരിക്കുന്നത്. നമ്മൾ സാധാരണ എന്താ പറയുക ഒരു NSൽ നമുക്ക് ഏത് രീതിയിലും അഡ്ജസ്റ്റ് ചെയ്തിരിക്കുമെങ്കിലും പക്ഷേ ഇതിൻ്റെ കുറച്ചും കൂടെ നമ്മൾ സ്പോർട്ടി ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. സോ അത്രയൊക്കെ ഉള്ളൂ ഇതിൻ്റെ ഒരു ഓവർവ്യൂ എന്നൊക്കെ പറയാൻ വേണ്ടി. നമുക്കിനി കുറച്ച് ഓടിച്ചിട്ട് ഇതിനെക്കുറിച്ച് കുറച്ച് സംസാരിക്കാനുണ്ട്. അതുപോലെ തന്നെ അതിന് മുമ്പ് ഒരു കാര്യം, എനിക്ക് ഇതിൻ്റെ അകത്ത് ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ് ആക്ച്വലി ഇത് നമ്മൾ തുറക്കുമ്പോൾ ഇത് നമ്മുടെ കൈ കൂടെ തന്നെ പോകും. ഇവിടെ ഒരു ലാച്ചും സംഭവമൊന്നുമില്ല. അത് എനിക്കൊരു ഡ്രോബാക്ക് ആയിട്ടാണ് തോന്നിയത്. സോ ഒരു ടിപ്പിക്കൽ TVS കീ ആണ്. അവരൊരു ലോഗോ ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. TVS ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. സോ നമുക്കിനി ഓടിച്ചിട്ട് സംസാരിക്കാം. ഓടിക്കുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ എക്സോസ്റ്റ് നോട്ടൊന്ന് കേൾപ്പിച്ച് തരാം. നമുക്കൊരു ചെറിയ വ്യത്യാസം കേൾക്കാൻ പറ്റും. കാരണം നമ്മൾ ഇതിൻ്റെ അകത്തൊരു എയർ ഫിൽറ്റർ വെച്ചിട്ടുണ്ട്. ക്യാനൻ്റെ ഒന്നുമല്ല, സാധാരണ ഒരു ആമസോണിൽ കിട്ടുന്ന ഒരു ടൈപ്പ് ഓഫ് എയർ ഫിൽറ്ററാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് വെച്ചിരിക്കുന്നത്. സോ നമുക്കിനി ഓടിച്ചിട്ട് സംസാരിക്കാം. വണ്ടി നല്ല രീതിയിൽ ലൈറ്റാണ്. ഏകദേശം 150 കിലോഗ്രാംസിന് താഴെയാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. നമുക്ക് ആ എയർ ഫിൽറ്ററിൻ്റെ സൗണ്ട്, ആ ഇൻടേക്ക് നോയ്സ് ശരിക്കും നമ്മൾ കൈ കൊടുക്കുമ്പോൾ കേൾക്കാവുന്നതാണ്. അത്യാവശ്യം നമുക്ക് സിറ്റിയിലൊക്കെ ഇങ്ങനെ സ്മൂത്തായിട്ട് ഓടിച്ചുകൊണ്ട് നടക്കാവുന്ന ടൈപ്പ് ഓഫ് വണ്ടിയാണ്. ഈ വണ്ടിക്ക് ഏകദേശം 17.3 HP പവറും ഏകദേശം 15.5 Nm ഓഫ് ടോർക്കുമാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒരു 177cc സിംഗിൾ സിലിണ്ടർ എഞ്ചിനാണ് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. ലിക്വിഡ് കൂൾഡല്ല, ഒരു ഓയിൽ ആൻഡ് എയർ കൂൾഡാണ്. ഇങ്ങനെയൊക്കെ ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഇതിൻ്റെ ഒരു മെയിൻ ഡ്രോബാക്ക്, ആകെ ഒറ്റ ഡ്രോബാക്ക് ഞാൻ ഇതിൻ്റെ അകത്ത് കാണുന്നുള്ളൂ. ഈ ഒരു TVS Apache 180 നമ്മൾ കാണുന്ന ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് വൈബ്രേഷൻസ് ആണ്. വൈബ്രേഷൻ സത്യം പറയാലോ ഒരു രക്ഷയില്ലാത്ത വൈബ്രേഷനാണ്. നമുക്കൊരു ഒരു 55 അല്ലെങ്കിൽ ഒരു 65 റേഞ്ചിലൊക്കെ പോവുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ വൈബ്രേഷൻ ഒന്നുമില്ല, സ്മൂത്തായിട്ട് പോകും. പക്ഷേ അതേ സമയത്ത് നമ്മൾ കൈ കൊടുക്കുവാണെങ്കിൽ അതിനനുസരിച്ചുള്ള പണിയും നമുക്ക് കിട്ടും. സോ ഒരു ഓപ്പൺ റോഡ് കിട്ടുമ്പോൾ ഞാൻ ഒന്ന് പുഷ് ചെയ്ത് കാണിക്കാം. സോ നമ്മൾ കൈ കൊടുക്കുന്നതനുസരിച്ച് വണ്ടി നല്ല രീതിയിൽ സ്പീഡിൽ പോകുന്നുണ്ട്. പക്ഷേ ഞാനിങ്ങനെ നമ്മുടെ സ്ഥിരമായിട്ടുള്ളൊരു സ്ഥലത്തായതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ സ്പീഡ് എടുക്കുന്നത്. നിങ്ങളിത് കണ്ടുകൊണ്ട് ആരും സ്പീഡ് എടുക്കാനോ സംഭവങ്ങളൊന്നും ചെയ്യരുത്. അത്യാവശ്യം ആൾക്കാരില്ലാത്ത വഴി നോക്കിയിട്ട് മാത്രമാണ് ഞാനിപ്പോൾ സ്പീഡ് എടുക്കുന്നത്. സോ നമുക്കൊന്ന് പുള്ള് ചെയ്ത് നോക്കാം. സോ ഫസ്റ്റ് ഗിയർ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ്. സൈഡൊക്കെ നോക്കി.
വലിയ വൈബ്രേഷനും കാര്യങ്ങളൊന്നും ഇല്ലാതെ വണ്ടി ഒരു 84-ലൊക്കെ എന്താ പറയുക 5th ഗിയറിലെത്തും. ഒരു 5 ഗിയർ ട്രാൻസ്മിഷനാണ്, 6 ഗിയർ അല്ല. പിന്നെ നമ്മൾ അത്യാവശ്യം നോക്കുവാണെങ്കിൽ തന്നെ ഇപ്പം നമുക്ക് ചെറുതായിട്ട് വൈബ്രേഷൻസ് കേൾക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം വണ്ടിയിൽ അത്യാവശ്യം വൈബ്രേഷൻ നമുക്ക് വരുന്നുണ്ട്. അതായത് കൂടുതൽ ഫുഡ് പെക്സിലും ഈ ഒരു ഹാൻഡിൽ ബാറിലുമാണ് ശരിക്കും വൈബ്രേഷൻസ് കാണിക്കുന്നത്. മിററിലൊന്നും നമ്മുടെ സാധാരണ ബുള്ളറ്റ് പോലെയൊന്നും വൈബ്രേഷനൊന്നും സംഭവങ്ങളൊന്നുമില്ല. വൈബ്രേഷൻ കൂടുതൽ ഫീൽ ചെയ്യുന്നത് ഈ ഒരു ഹാൻഡിൽ ബാറിനും ഫുഡ് പെക്സിലുമാണ്. അതേസമയം നമ്മൾ ബാക്കിലിരിക്കുകയാണെങ്കിൽ നല്ല അന്തസ്സായിട്ട് വൈബ്രേഷൻ നമുക്ക് ഫീൽ ചെയ്യും. അതൊരു ഭയങ്കര ഡ്രോബാക്സ് ആണ്. നമ്മളിപ്പോൾ ഒരു അത്യാവശ്യം നല്ല ദൂരം പോകാമെന്ന് വെച്ചാൽ പില്ലിയൻസിന് ഭയങ്കര ഡിസ്കംഫോർട്ടാണ് ആ വൈബ്രേഷൻ എന്ന് പറയുന്ന സംഭവം. സോ നിങ്ങൾ ഈ വണ്ടിയുടെ പവർ കണ്ടല്ലോ. ഈ വണ്ടിയെക്കുറിച്ച് നമ്മൾ കൂടുതൽ പറയാമെന്ന് വെച്ചാൽ എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോഴും ഇപ്പോൾ 180cc നിങ്ങൾക്ക് ഇപ്പോഴും അവൈലബിൾ ആണ് RTRൻ്റെ ഈ സെയിം ലുക്കിൽ. കുറച്ച് ഗ്രാഫിക്സ് വ്യത്യാസമുണ്ട്. ഇവിടെ അപ്പാച്ചി എന്നുള്ളതിനൊക്കെ പകരം ആ ഒരു ഹോൾസിൻ്റെ പടവും ഇതൊക്കെ ആയിട്ടാണ് ഇപ്പോൾ ഉള്ളത്. അത്യാവശ്യം എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങളിത് ബൈ ചെയ്യണമെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് വലിയ അത്രയ്ക്ക് ഹൈ പവറൊന്നും വേണ്ട, എന്നാൽ ഇത്തിരി സ്പോർട്ടി ലുക്ക് വേണം, സ്പോർട്ടി ഫീല് വേണം. കുറച്ച് കമ്മ്യൂട്ടിങ്ങൊക്കെ മാത്രം ചെയ്താൽ വല്ലപ്പോഴുള്ള ട്രാവലിങ്ങോ സംഭവങ്ങളൊക്കെ ഉള്ളൂ. പക്ഷേ പില്ലിയൻസിൻ്റെ കൂടെ നിങ്ങൾ പില്ലിയൻസിനെ കൂടെ കൊണ്ടുപോകണമെങ്കിൽ ഈ വൈബ്രേഷൻ മാറ്റാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരും. എന്തോ കുറച്ച് കൈൻഡ് ഓഫ് സ്ട്രക്ചറൽ ബാർസ് ആൻഡ് വച്ച് വൈബ്രേഷൻസ് കുറയ്ക്കാൻ പറ്റുന്നു, അങ്ങനെ എന്തോ ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് കൃത്യമായിട്ട് അതിനെക്കുറിച്ച് അറിയില്ല. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും വണ്ടി ചൂസ് ചെയ്യാം. ബിക്കോസ് ഇത് കൂടുതൽ എനിക്ക് പറയാവുന്നത്, നിങ്ങൾക്കൊരു സ്പോർട്സ് ബൈക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്, ഐ മീൻ സ്പോർട്ടി റൈഡ് ഫീൽ നിങ്ങൾക്ക് ഇഷ്ടമാണ്. പക്ഷേ നിങ്ങൾ കമ്മ്യൂട്ടിങ്ങിനാണ് വണ്ടി യൂസ് ചെയ്യാൻ പോകുന്നത്. സോ അതിനൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ബൈക്കാണ്. വണ്ടി ഏകദേശം 45 കൈൻഡ് ഓഫ് മൈലേജ് ഹൈവേയിലേക്ക് തരും. സിറ്റി യൂസസ് ഒക്കെ ആണെങ്കിലും നിങ്ങളുടെ വലിച്ചെടുത്തുള്ള ഡ്രൈവിംഗ് ഒക്കെ ആണെങ്കിൽ ഏകദേശം 40 കിലോമീറ്റേഴ്സ് എന്തായാലും നിങ്ങൾക്ക് തരുന്നതാണ്. സോ മൈലേജിൻ്റെ കാര്യത്തിൽ അത്ര വലിയ ഇഷ്യൂസ് ഒന്നും എനിക്ക് തോന്നുന്നില്ല. സോ നിങ്ങൾക്ക് വണ്ടിയുടെ സൗണ്ട് ഇതിൻ്റെ അകത്ത് കേൾക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. ഹെൽമെറ്റിൽ ചെറുതായിട്ട് എയർ സൗണ്ട് അടിക്കുന്നുണ്ട്. അത് കാരണം വണ്ടിയുടെ സൗണ്ട് കേൾക്കാൻ പറ്റില്ലെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. പക്ഷെ അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ല, എൻ്റെ ഹോൺ വൺ ഓഫ് ദ ബെസ്റ്റ് ഹോണായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നല്ല ലൗഡാണ്, അത്യാവശ്യം ആൾക്കാർ ശ്രദ്ധിക്കും. ഐ മീൻ കോഷൻ, ഒരാൾ ഫ്രണ്ടിൽ ചാടുമ്പോൾ അവർ ശ്രദ്ധിക്കുന്നതാണല്ലോ നമുക്ക് മെയിനായിട്ട് വേണ്ടത്. സോ അതിനൊക്കെ പറ്റിയൊരു യൂസാണ്. നമ്മളൊരു ക്യാമറ ഐ മീൻ ഫോൺ മൗണ്ട് ഇവിടെ വെച്ചിട്ടുണ്ട് നമ്മുടെ മാപ്പും സംഭവങ്ങളൊക്കെ വേണ്ടി. പുതിയ TVSകൾക്ക് നിങ്ങൾക്ക് ഓബിയസ്ലി അറിയാം, ബ്ലൂടൂത്ത് സിസ്റ്റംസ് എല്ലാം. ഈവൻ 125cc പുതിയൊരു വണ്ടി ഇറങ്ങിയില്ല, റൈഡറിൽ ഇറങ്ങിയാലും അതിലുമൊക്കെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റീസൊക്കെ വരുന്നിട്ടുണ്ട്. സോ അതിനൊക്കെ മുമ്പായിട്ട് പ്രീ കണക്ടിവിറ്റിക്ക് മുമ്പ് ഇറക്കിയിട്ടുള്ളൊരു TVSൻ്റെ ഒരു വാഹനമാണിത്. ഞാൻ പറയുകയാണെങ്കിൽ ഇത് നല്ലൊരു വാഹനമായിട്ട് തന്നെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ഞാൻ അത്യാവശ്യം കുറച്ച് ലോങ് ഒക്കെ ഇതിൻ്റെ അകത്ത് ഓടിച്ചിട്ടുണ്ട്. സോ ഡ്രൈവർ സൈഡിൽ നിന്ന് വെച്ച് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരുവിധമായിട്ടുള്ള ബുദ്ധിമുട്ട് ഇതിൻ്റെ അകത്ത് വരുന്നില്ല. കാരണം അത്യാവശ്യം നല്ല രീതിയിൽ കംഫർട്ടുണ്ട്. ഈ വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അത്രയ്ക്ക് വലിച്ചെടുത്ത് പണ്ടാറിറങ്ങി പോകുമ്പോഴൊക്കെ ഉള്ളൂ സംഭവം, ഈ വൈബ്രേഷനും സംഭവങ്ങളൊക്കെ. ശരിക്കും നമ്മൾ ഈ വണ്ടി അതിനു വേണ്ടി യൂസ് ചെയ്യുന്നില്ല. നമ്മളിപ്പോൾ ഒരു ട്രാവലിങ്ങിൽ പോവുകയാണെങ്കിൽ ഏകദേശം നമ്മളൊരു 70-ലൊക്കെ ക്രൂസ് ചെയ്തേ പോവുള്ളൂ. സോ അങ്ങനത്തെ ഒരു ഇത് വെച്ച് നോക്കുവാണെങ്കിൽ ഇത് പക്ക പെർഫെക്റ്റ് ആയിട്ടാണ് കാണുന്നത്. ഇത് നിങ്ങൾക്ക് കാണാം, ഈ കേരളത്തിൽ നിന്നും ഒക്കെ ഈ അപ്പാച്ചി എടുത്തുകൊണ്ട് ഹിമാലയ, ലേ ലഡാക്ക് ഇതൊക്കെ പോയി വരുന്ന ആൾക്കാരൊക്കെ. അപ്പോൾ അവർ അത്യാവശ്യം നല്ല രീതിയിൽ വണ്ടി മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ലൈഫ് കുറച്ച് കൂടുതൽ നിൽക്കുന്ന ഒരു വണ്ടിയായിട്ട് നമുക്ക് കാണാം. പിന്നെ നമ്മുടെ സാധാ ബജാജിൻ്റെ ഇഷ്യൂ പോലത്തെ ചെയിനിൻ്റെ ബുദ്ധിമുട്ട് ഇതിൻ്റെ അകത്ത് വരുന്നില്ല. എവറി 1500 കിലോമീറ്റേഴ്സ്, അതായത് എവറി 15,000 കിലോമീറ്റേഴ്സ് നിങ്ങൾ ഇതിൻ്റെ ചേഞ്ച് ചെയ്യേണ്ടതാണ്. ഐ മീൻ സ്പ്രോക്കറ്റൊക്കെ ചേഞ്ച് ചെയ്യേണ്ടതാണ്. അതിനൊക്കെ വെച്ച് നോക്കുമ്പോൾ അങ്ങനെയുള്ള ചെറിയ കാരണങ്ങൾ മാത്രമേ ഇതിൻ്റെ അകത്ത് ചെയ്യാനുള്ളൂ. സോ അത്രയൊക്കെ ഉള്ളൂ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം.